ഹെയർ ലോസ് എന്ന് പറയുന്നത് നമ്മുടെ ഇമോഷണലായിട്ട് നമ്മുടെ സെൽഫ് എസ്റ്റീമിനെ വരെ ബാധിക്കുന്ന ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമ്മുടെ ഒ പിയിൽ സ്ഥിരമായിട്ട് വരുന്ന കണ്ടീഷൻസാണ് ഹെയർ ലോസ് ആയിട്ട്. അതിൽ തന്നെ പാച്ചി ആയിട്ടുള്ള ഹെയർ ലോസിന് പറയുന്ന പേരാണ് അലോപേഷ്യ എന്ന് പറയുന്നത്. അലോപേഷ്യ ഏരിയാറ്റ എന്ന് പറഞ്ഞിട്ടുള്ള കണ്ടീഷൻ യൂഷ്വലി കോമൺ ആയിട്ട് കാണുന്നത് ചിൽഡ്രനിലും അതുപോലെ തന്നെ യങ് അഡൽട്ട്സിലുമാണ് കൂടുതലായിട്ട് കാണാറുള്ളത്. ഇതിന് ശേഷം കാണാറുണ്ട്, പക്ഷേ ആ ഒരു പ്രായത്തിലാണ് എല്ലാവരും മുടിനെ പറ്റി ചിന്തിക്കുന്നല്ലേ. ആ സമയത്ത് മുടി കൊഴിഞ്ഞു പോവുക, അങ്ങനെ പാച്ചി ആയിട്ടുള്ള ഹെയർ ലോസ് ഉണ്ടാകുമ്പോൾ അതിൻ്റെ മെയിൻ ഒരു റീസൺ അല്ലെങ്കിൽ ട്രിഗറിങ് ഫാക്ടർ എന്ന് പറയുന്നത് ഇപ്പോഴും അൺനോൺ ആണ്. ഒരു ദിവസം നിങ്ങൾ എണീക്കുമ്പോൾ പെട്ടെന്ന് നിങ്ങളുടെ മുടി കൊഴിഞ്ഞു പോവുക, അങ്ങനെ ഒരു കണ്ടീഷൻ ഫേസ് ചെയ്തിട്ടുണ്ട് ആരെങ്കിലും? അപ്പോൾ ഫേസ് ചെയ്തിട്ടുള്ള കുറേ പേര് എൻ്റെ ഒ പിയിൽ വരാറുണ്ട്. അത് പ്രത്യേകിച്ച് അലോപേഷ്യ എന്നുള്ള ഒരു കണ്ടീഷനായിട്ടാണ് കൂടുതൽ വരാറ്. വളരെ വിഷമകരമായിട്ടുള്ളൊരു കണ്ടീഷനാണ്. അതൊരു ഗ്രാജുവൽ ഓൺസെറ്റ് അല്ല, റാപ്പിഡ് ആയിട്ടുള്ള ഒരു ഓൺസെറ്റ്. പെട്ടെന്ന് ഒരു ദിവസം ഒരു കോയിൻ ആകൃതിയിൽ ഒരു സ്ഥലത്ത് നിന്ന് പാച്ചസ് ആയിട്ട് ഹെയർ ലോസ് ഉണ്ടാവുക. അതെന്താ കാരണം എന്ന് ചോദിച്ചിട്ടാണ് ഡോക്ടറെ ഇതെന്താ പറ്റിയത്, എങ്ങനെ എൻ്റെ മുടി ഇങ്ങനെ കൊഴിഞ്ഞു പോകുന്നതെന്നൊക്കെ ചോദിച്ചിട്ടാണ് വരാറ്. ഒരു സ്പെസിഫിക് ഏരിയയിൽ നിന്ന് ഹെയർ ലോസ് ഉണ്ടാവണതിനെ പറയുന്ന പേരാണ് അലോപേഷ്യ ഏരിയേറ്റ. ഇനി അലോപേഷ്യ ടോട്ടാലിസ് എന്ന് പറഞ്ഞിട്ടൊരു കണ്ടീഷൻ ഉണ്ട്. അത് വെച്ചാൽ സ്കാൽപ്പിലുള്ള എല്ലാ ഓൾമോസ്റ്റ് ഹെയറും ലോസ് ആയിട്ടുള്ള കണ്ടീഷനാണ് അലോപേഷ്യ ടോട്ടാലിസ് എന്ന് പറയുന്നത്. ഇനി ഫുൾ ബോഡിയിലുള്ള ഹെയർ ലോസ് മൊത്തം ഉണ്ടാവുക, അതും ഒരു ഇമ്മ്യൂൺ കണ്ടീഷനാണ്. അപ്പോൾ അതിന് പറയുന്ന പേരാണ് അലോപേഷ്യ യൂണിവേഴ്സാലിസ്. അതായത് ഐബ്രോ പോലും ഉണ്ടാവില്ല അങ്ങനത്തെ ആൾക്കാർക്ക്. നമ്മൾക്ക് ഇപ്പോൾ അതിന് വേണ്ടിയിട്ട് സപ്പോർട്ടിംഗ് ആയിട്ട് മൈക്രോ ബ്ലേഡിംഗ് ഒക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിലും എന്നാലും ഫുൾ ഹെയർ ലോസ് ആയിട്ട് ഒരു ഫുൾ സെൽഫ് എസ്റ്റീമും പോയിട്ട്, അതായത് ഒരു ഫുൾ ഡിവാസ്റ്റേഷൻ ആയിട്ടുള്ള ഒരു കണ്ടീഷനായിട്ടാണ് പേഷ്യൻസ് വരാറ്. അപ്പോൾ ആദ്യം അവർക്ക് വേണ്ടത് സൈക്കോളജിക്കൽ സപ്പോർട്ടാണ്. ഇത് മുടി എന്ന് പറയുന്നത് ഒരാൾക്കാർക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ എന്നിരുന്നാലും ഇങ്ങനൊരു ഡിസീസ് കണ്ടീഷൻ വരികയാണെങ്കിൽ നമ്മൾ അതിനെ റിക്കവർ ചെയ്തെടുക്കാനുള്ള ചാൻസസ് ആണ് നമ്മൾ നോക്കേണ്ടത്. ഈ അലോപേഷ്യ ഏരിയേറ്റ വന്ന് തുടങ്ങുമ്പോഴേ ചെറിയ രീതിയിൽ പാറ്റേൺ ലോസ് ഉണ്ടാകുമ്പോഴേ തന്നെ ഓരോരുത്തരും ഓരോ സിംഗിൾ സെൽഫ് ട്രീറ്റ്മെൻറ്റ്സ് സ്റ്റാർട്ട് ചെയ്യും, അല്ലെങ്കിൽ ഓരോരുത്തർ റെക്കമെൻഡേഷൻസിൽ ഓരോ ട്രീറ്റ്മെൻറ്റ്സ് സ്റ്റാർട്ട് ചെയ്യും. മെയിനായിട്ട് ഈ കണ്ടീഷന് കാരണം എന്ന് പറഞ്ഞാൽ കോസ് സ്ട്രെസ്സാണ്. നമ്മളിപ്പോൾ ഓവർ സ്ട്രെസ്ഡ് ആണ്, ഇതിനെപ്പറ്റി ഭയങ്കര സ്ട്രെസ്ഡ് ആണെങ്കിൽ അത് കുറച്ചുകൂടി നമുക്കത് ഹെയർ ലോസ് ഉണ്ടാവാനേ സാധ്യതയുള്ളൂ. അല്ലാതെ അത് കുറയ്ക്കണമെങ്കിൽ ആ സ്ട്രെസ്സ് നന്നായി കുറയ്ക്കണം. നമ്മൾ എപ്പോഴും ഒരു കീപ് കാം റൈറ്റ് അതിലായിരിക്കണം എപ്പോഴും നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ ഇതൊരു ഇമ്മ്യൂണോളജിക്കൽ കേസാണെന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് റിസൾട്ട് എന്ന് പറയുന്നത് 30 പേഷ്യൻ്റ് ഇപ്പോൾ അലോപേഷ്യ ആയിട്ട് വന്നു, 30 പേർക്കും ക്യൂർ കിട്ടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു കാര്യം എന്ന് പറയുമ്പോൾ നമുക്കൊരു ഇമ്മ്യൂണോളജി എന്ന് പറയുന്നത് ഓരോ ബോഡീനെ ആസ്പെക്ട് ചെയ്തിട്ടിരിക്കും. ഒരിക്കലും നമ്മളുടെ ഒരു മെഡിസിൻ അല്ലെങ്കിൽ നമുക്ക് കൊടുക്കുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു പേഷ്യൻറ്റിനെ കൊടുത്തത് തന്നെ ആയിരിക്കില്ല അടുത്ത പേഷ്യൻറ്റിന്. അപ്പോൾ ഈച്ച് പേഷ്യൻസിന് നമുക്ക് യൂണിക്കായിട്ട് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ട്രീറ്റ്മെൻറ്റ് എത്രത്തോളം ബോഡി ആക്സെപ്റ്റ് ചെയ്യുന്നു എന്നനുസരിച്ചിരിക്കും അതിൻ്റെ റിസൾട്ട് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ടൈം വേണ്ടി വരും ആ റിസൾട്ട് വരാൻ. പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് പോയത് പെട്ടെന്ന് ഒരു ദിവസം തന്നെ തിരിച്ചു വരണം എന്ന്